നമസ്കാരം. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ നിർണായകമായ ഒരു അറസ്റ്റ് SIT നടത്തിയിരിക്കുകയാണ്. CPIMന്റെ പിണറായി വിജയന്റെ ഈ സർക്കാരിന്റെയൊക്കെ ഏറ്റവും വിശ്വസ്തന്റെ റോളിൽ ഉണ്ടായിരുന്ന വ്യക്തി ജയിലറയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് N വാസു ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു, CPIMുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. തദ്ദേശ സ്ഥാപനത്തിന്റെ അധ്യക്ഷ പദവിയിൽ CPIM നിയോഗിച്ച വ്യക്തിയാണ്. ചില്ലറ കക്ഷിയല്ല. പലവിധ കാരണങ്ങൾ കൊണ്ട്, അതായത് അർദ്ധ ജുഡീഷ്യൽ പദവിയിലെത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകളും ചില്ലറക്കാരൊന്നുമല്ല. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന N വാസു ഈ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് അങ്ങനെ സത്യസന്ധമായി അന്വേഷിച്ചു എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ ചുരുക്കി കാണാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ചിട്ടുള്ള SIT ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസും ഇത് സംബന്ധിച്ച കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. പ്രധാനമായും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പരാതിയും അന്വേഷണവും കേസുമാണ് നിൽക്കുന്നത്. പക്ഷേ N വാസുവിനെ കുരുക്കിയത് ശബരിമലയിലെ കട്ടലപ്പാളി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണർ എന്ന് പറയുന്നത് സുപ്രധാനമായ തസ്തികയിലുള്ള ആളാണ്. ഇത് സ്വർണം പൂശിയ പാളി ചെമ്പാണ് എന്ന ശുപാർശ അല്ലെങ്കിൽ എന്ന റിപ്പോർട്ട് അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണക്കൊള്ള നടത്താൻ സഹായകരമായി മാറുന്ന ഒന്നായിരുന്നു. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മൊഴിയിൽ ഓർമ്മയില്ലാത്ത എനിക്ക് പ്രായമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും N വാസുവിന്റെ അറസ്റ്റിലേക്ക് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതായത് A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണറാണ് അദ്ദേഹം. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം, അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ടാവണം, മേൽനോട്ടം ഉണ്ടാകണം. അങ്ങനെ ഒരു ശുപാർശയോ ദേവസ്വം കമ്മീഷണറുടെ ഇടപെടലോ ഇല്ലാതെ അവിടെ ഒരു കാര്യം നടക്കില്ല. അതായത് മൂന്നാമത്തെ അറസ്റ്റ് സംഭവിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, സുധീഷ് കുമാർ ഒടുവിൽ N വാസുവിലേക്ക്, അതായത് ഉന്നതനായ വ്യക്തിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. ഇനി ഈ കാര്യത്തിൽ കേവലമായ ന്യായീകരണങ്ങൾ കൊണ്ട് കഴിയില്ല. ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാം ഈ കാര്യത്തിൽ അവിടെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ തന്നെ ഭക്തരായ വിശ്വാസികളായിട്ടുള്ള വിജയമല്യെ പോലുള്ള ആളുകൾ അവിടെ ക്ലാഡിംഗ് നടത്തിയ വഴിപാട് അവിടെ നടത്തിയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിന്റെ ക്വാളിറ്റി അവിടെ മങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഇത് സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യക്ഷപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായങ്ങളും അവിടെ ലഭ്യമാകുന്നു. അദ്ദേഹത്തിന് അറിവില്ലാതെയാണോ, അദ്ദേഹത്തിന് യാതൊരു ബോധ്യവും ഇല്ലാതെയാണോ സ്വർണം പൂശിയ ഒരു സംഗതി, ഒരു സ്വർണ്ണപ്പാളി ചെമ്പാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നത് സുപ്രധാനമായ ചോദ്യമാണ്. റിമാൻഡിലേക്ക് പോയിരിക്കുകയാണ്. അതായത് വളരെ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ഈ സർക്കാരിന്റെ ഈ CPIM ഉൾപ്പെടെയുള്ള പാർട്ടി LDFിൽ തന്നെ ആളുകളുമായും ഒക്കെ വളരെ അടുത്ത ബന്ധവും മറ്റും പുലർത്തുന്ന പ്രധാനപ്പെട്ട അധികാര പദവി പുലർത്തുന്ന ആളാണ്. കാരണം ദേവസ്വം കമ്മീഷണർ പദവിയിൽ ഇരുന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ അസാധാരണമാണ്. അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത്രയും വിശ്വസ്തനായ AKG സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് CPIMലൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾ ചെറിയ കാര്യമല്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ആദ്യം ഉയർന്നു വന്ന ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാലി. ദ്വാരപാലക ശില്പം എന്നത് ശ്രീകോവിലിന്റെ കവാടത്തിൽ സ്ഥാപിക്കുന്ന 2 വിഗ്രഹങ്ങൾ എന്ന നിലയ്ക്ക്, വിഗ്രഹം എന്ന് വെച്ചാൽ പ്രതിഷ്ഠയല്ല, പകരം ദ്വാരപാലക ശില്പം എന്ന് പറയാം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തെറ്റായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നു. സ്വർണം പൂശുകയല്ല, സ്വർണ്ണപ്പാളി സ്ഥാപിക്കുകയാണ് ചെയ്യുക. സ്വർണം പൂശിയ പാളി സ്ഥാപിക്കുകയാണ്, അതിന്റെ ഡിസൈൻ അനുസരിച്ച് ചെയ്യുകയാണ്. അത് ഇളക്കിയെടുത്ത് അത് മാറ്റി സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നു എന്ന് പറയുന്നു. അതിൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ തെളിവുകളുണ്ട്. മുരാരി ബാബു ആയിക്കോട്ടെ, അവരൊക്കെ ഈ N വാസുവിനെ സംബന്ധിച്ചുള്ള മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കേസിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യമല്ല. ദേവസ്വം വിജിലൻസ് ഇത് ഒരിക്കലും കണ്ടെത്തുകയില്ല എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായ ആളുകൾ വിചാരിച്ചിരിക്കുക. N വാസുവിനെ പോലൊരാൾ ഇങ്ങനെ ഒരു ക്രമക്കേട് ഇവിടെ സംഭവിക്കാം എന്ന് കരുതിയിട്ടേ ഇല്ല എന്ന് കരുതാൻ വഴിയില്ല. കാരണം ദേവസ്വം കമ്മീഷണർ, അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് മാത്രമല്ല, അദ്ദേഹം വഹിച്ച പദവികൾ ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുന്ന പദവികൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. അത്ര ഉന്നതമായ
പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ വഹിച്ച വ്യക്തിക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന അറസ്റ്റാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയ തിരിച്ചടി ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ അറസ്റ്റ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം എൻ വാസു ആ ഘട്ടത്തിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട് ബാക്കിയുണ്ട്, അത് അർഹതപ്പെട്ട പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുടെ യുവതിയുടെ വിവാഹം നടത്താൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിർദോഷമായ മറുപടികളാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്ര അലസമായ ആ വിഷയത്തെ സമീപിക്കാൻ കഴിയുകയില്ല. ഇത്ര സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് സ്വർണം പൂശിയ പാളിയോ അതൊക്കെ എങ്ങനെയാണ് ചെമ്പുപാളിയായി മാറുക? അങ്ങനെ റെക്കോർഡിൽ വന്നാൽ പിന്നെ അതിലൊരു തരി സ്വർണം പോലും ഇല്ലല്ലോ എന്ന കണക്കിലേക്ക് വരും. അതായത് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറുതെ പൂശുകയല്ല, ഒരു ഫോയിൽ പേപ്പറിന്റെ കണക്കുള്ള സ്വർണത്തിന്റെ ഒരു പാളി അതിൽ ചേർത്ത് അതിനുള്ള സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുക. അത് പിന്നീട് മങ്ങിപ്പോയി, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നശിച്ചുപോയി, ഇല്ലാണ്ടായിപ്പോയി എന്നൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് പറയുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ആസൂത്രണം ചെയ്തതാണ്, അദ്ദേഹത്തിന് മാത്രമേ ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുമോ? അതല്ല, അന്വേഷണത്തിലൂടെ സത്യം വെളിപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇതിൽ നിന്ന് സർക്കാരിനും ദേവസ്വം വകുപ്പിനും CPIM ഒക്കെ കൈ കഴുകി ഒഴിവായി പോകാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉറപ്പായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം തീരുമോ? കാരണം SIT ഒരു അറസ്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മൊഴികൾ പ്രധാനമാണ്, തെളിവുകൾ പ്രധാനമാണ്, സാഹചര്യ തെളിവുകളും അന്ന് ഇതിന്റെ സാങ്കേതികമായി രേഖകൾ മറുപടി പറയുന്നുണ്ടല്ലോ. ഇല്ല എന്ന് പറഞ്ഞാൽ കഴിയില്ലല്ലോ. രേഖകൾ തെളിവായി നിൽക്കുകയല്ലേ, രേഖകൾ സംസാരിക്കുമല്ലോ. ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത രേഖയല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അറസ്റ്റിലേക്ക് പോവില്ലേ? അങ്ങനെ ഈ സർക്കാരിനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കടന്നു കഴിഞ്ഞു, നിയമസഭ വരാൻ പോകുന്നു. അപ്പോൾ ഈ സർക്കാരിനെ ഏറ്റവും കുരുക്കിലാക്കുന്ന, ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്ന ഒരു അറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതിൽ ഏജൻസിക്ക് പ്രത്യേകിച്ചൊന്നും, കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഇനി എന്ത് സംഭവം? അതായത് ശബരിമല ശാസ്താവിന്റെ സ്വർണം ഈ നിലയ്ക്ക് അലംഭാവത്തോടുകൂടി കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ പോലും നടത്താൻ ദേവസ്വം കമ്മീഷണർ പദവിയിൽ, രാഷ്ട്രീയമായ ഒരു പദവിയിൽ ഇരുന്ന, ദേവസ്വം കമ്മീഷണർ പദവി എന്നൊരു ഉദ്യോഗസ്ഥ പദവി എന്ന് പറയാം, ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റൊരു പദവി എന്ന് പറയാം, അതുകൂടാതെ രാഷ്ട്രീയമായി ചുമതലകൾ കൂടിയിരുന്ന ആളാണ് എൻ വാസു. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയുന്നത് എത്ര നിരർത്ഥകമാണ്, എത്ര തമാശയാണ് അതിലുണ്ടാവുക. എന്താണ് ഇതിന്റെ ഭാവി? ഇനി ഏതൊക്കെ ഉന്നതരിലേക്ക് ഇത് പോകും? ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിൽ നിന്ന് സൂചനകളായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. അങ്ങേയറ്റം സുപ്രധാനമായ ഒരു അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. മുതിർന്ന ഒരു വ്യക്തി, ഉന്നതമായ പദവികളിൽ ഇരുന്ന വ്യക്തി എന്ന് മാത്രമല്ല, ഉന്നതമായ പദവികളിൽ ഇരിക്കുന്ന പലരുടെയും രക്തബന്ധുവും അടുത്ത ആളുമൊക്കെയായ വ്യക്തിയാണ് എൻ വാസു എന്നത് കൂടി കാണണം. ഉറപ്പായും ഇതിന്റെ ഭാവി കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു പ്രമാദമായ കേസായി ഇതിനകം വളർന്നു കഴിഞ്ഞു. എൻ വാസുവിന്റെ അറസ്റ്റിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഇനി SIT ഏതു വഴിക്ക് പോകും, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കേരളത്തെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു അറസ്റ്റാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും കാണാം.